ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്വന്തം കുളമായ ആനിമൽ കുളം അഴീക്കോട് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ആനിമൽ എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് മാക്കുനി തറവാട്ടുകാരുടെ വലിയൊരു സംഭാവന തന്നെയാണ്. 1897 നിർമ്മിച്ചതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 127 വർഷം പഴക്കമുണ്ട്. ഇന്നും കുളം അതിൻ്റെ പ്രൗഢിയോട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് സംരക്ഷണ സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുളം ഇത്രയേറെ വൃത്തിയിലുണ്ടായത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ. എണ്ണ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കാൻ പാടില്ല, അതുപോലെ ബനിയൻ നട്ട് കുളിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എല്ലാവരും പാലിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു കുളമാണ്. കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. മലപ്പുറത്തുനിന്ന് വരെ വന്നിട്ട് കുളിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട്. കണ്ണൂർ വന്ന സമയത്ത് ആ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് എൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവർ വന്നിട്ട് കുളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അത്രത്തോളം നമുക്ക് അടിപൊളി കുളമാണ്. ഒരു രക്ഷയില്ല എന്ന് നമുക്ക് പറയാം. ഇവിടുന്ന് കുളിച്ചവർ എന്തായാലും എല്ലാ വർഷവും വന്നിട്ട് കുളിക്കുന്നത് എനിക്ക് തോന്നുന്നു. ദൂരെയുള്ളവരെല്ലാം നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുളമാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലക്കാരുടെയും പുറമേ നിന്ന് വന്നവരുടെയും എല്ലാം ഇഷ്ടപ്പെട്ടൊരു കുളം തന്നെയാണ്. ഇതിൻ്റെ വൃത്തി തന്നെയാണ് ഏറ്റവും പ്രധാനം. നല്ല പടവുകൾ, സംരക്ഷണ സമിതി തന്നെയുണ്ട്. നല്ല ഒരു സംഭാവന തന്നെയാണ് മാക്കുനി തറവാട്ടുകാർ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കൾക്കെല്ലാം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ ചാനൽ ഏകദേശം 3 വർഷം പൂർത്തിയാവാനായി. ഓരോരോ ഭാഗങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ 2 ഭാഗത്ത് നീന്തൽ പഠിക്കാനും അതുപോലെ ഒരു ഭാഗത്ത് നീന്തൽ പഠിച്ചതിന് ശേഷവും ഒരു ഭാഗത്ത് അഭ്യാസങ്ങൾ കാണിക്കാനും. ഈ ഒരു ഭാഗത്താണ് അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗം വരുന്നത്. ഇവിടെ പടവുകൾ വളരെ ദൂരെ ഉള്ളൂ. അപ്പോൾ കുളം അറിഞ്ഞു വേണം നമ്മൾ നീന്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മുങ്ങിത്താഴാനും ചാൻസ് ഉണ്ട്. അപകടങ്ങൾ വളരെ കുറവാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കുളത്തിനെ അറിഞ്ഞ് നമ്മൾ നീന്തണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ശരിക്കും എഫക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്ഥലം എവിടെയത്? ഓ കണ്ണൂര്. എത്ര പ്രാവശ്യം ഇവിടെ വരുന്നത്? കുറെ പ്രാവശ്യമായോ? എല്ലാ വർഷവും വരുന്നുണ്ടോ?